ഡിയർ സ്റ്റുഡൻസ്, ഞാൻ നിങ്ങളുടെ ഒരു സുവോളജി അധ്യാപികയാണ്. എൻ്റെ പേര് ബിന്ദു VS. ഈ പാൻഡമിക് കാലഘട്ടത്തിൽ നമുക്ക് നേരിട്ട് കണ്ട് പരിചയപ്പെടാൻ സാധിക്കുന്നില്ല. ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ മാത്രമേ നമുക്ക് പരിചയപ്പെടാൻ കഴിയുന്നുള്ളൂ. നിങ്ങൾ കോളേജിലേക്ക് വരുമ്പോൾ നമുക്ക് നേരിട്ട് കണ്ട് പരിചയപ്പെടാം. ബോട്ടണി സ്റ്റുഡൻസിൻ്റെ സുവോളജി കോംപ്ലിമെൻ്ററി പേപ്പർ സെമസ്റ്റർ 1-ൽ അനിമൽ ഡൈവേഴ്സിറ്റി 1 ആണ്. അതിൽ ഞാൻ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്ന പോർഷൻസ് കിങ്ഡം പ്രൊട്ടിസ്റ്റ, ഫൈലം പോറിഫെറ ആൻഡ് ഫൈലം നിഡേറിയ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കിങ്ഡം പ്രൊട്ടിസ്റ്റ. നിങ്ങളിത് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും നമുക്കൊരു ഒന്ന് ഓർമ്മിച്ചെടുക്കാം എന്താണ് കിങ്ഡം പ്രൊട്ടിസ്റ്റ എന്നത്. ഈ പ്രൊട്ടിസ്റ്റ എന്ന പേര് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ജർമ്മൻ ബയോളജിസ്റ്റ് ഏണസ്റ്റ് ഹേക്കൽ ആണ് in 1862. In order to describe microscopic organisms that were neither clearly animal-like nor plant-like. അപ്പോൾ based on their resemblance, protistയുടെ resemblance to the higher eukaryotic organism, protists are classified into 3. Protist that resemble plants, protists that resemble fungi and protists that resemble animals. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പ്ലാന്റ് ലൈക്ക് protist. പ്ലാന്റ് ലൈക്ക് protist എന്ന് പറയുമ്പോൾ they are algal like and they have chloroplast. എവിടെയാണ് കാണപ്പെടുന്നത്? They live in moist sunny environment. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് ഡൈനോഫ്ലാജലൈറ്റ്, ഗ്രീൻ ആൽഗെ എക്സെട്ര. ഇനി ഫംഗസ് ലൈക്ക് പ്രോട്ടിസ്റ്റ്. ഫംഗസ് ലൈക്ക് പ്രോട്ടിസ്റ്റ് അവ യൂണിസെല്ലുലർ ആയിരിക്കാം, മൾട്ടി സെല്ലുലർ ആയിരിക്കാം, ബട്ട് ദേ ആർ സാപ്രോഫൈറ്റിക്. ദേ ഹാവ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫംജൈ. അവയ്ക്ക് ഫംജയുടെ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ടായിരിക്കും, അനിമൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ടായിരിക്കും. കുറച്ച് ഫംജയുടെ ക്യാരക്ടറിസ്റ്റിക്സും കുറച്ച് അനിമൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഇവയ്ക്ക് ഉണ്ടായിരിക്കും. And they include water modes, slime modes, etc. Next is animal-like protist. ഈ animal-like protistനെയാണ് നമ്മൾ protozoa എന്ന് പറയുന്നത്. Animal-like protists are called protozoa. They are multicellular heterotrophs and they include animal-like flagellates, amoeboid forms, coelates, parasitic and spore-producing sporozoans. അപ്പോൾ അനിമൽ ലൈക്ക് പ്രോട്ടിസ്റ്റ് അഥവാ പ്രോട്ടോസോവയിൽ ആരൊക്കെയുണ്ട്? ഫ്ലാജലേറ്റ്സ് ഉണ്ട്, അമീബോയിഡ് ഫോംസ് ഉണ്ട്, സീലേറ്റ്സ് ഉണ്ട്, പാരസിറ്റിക് ആൻഡ് സ്പോർ പ്രൊഡ്യൂസിങ് സ്പോറോസോവൻസ് ഉണ്ട്. ആൻഡ് അബൌട്ട് 50,000 സ്പീഷീസ് ഓഫ് പ്രോട്ടോസോവൻസ് were discovered. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് പ്രോട്ടിസ്റ്റിന്റെ ഒരു ജനറൽ വ്യൂ ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ഫൈലം ഡൈനോഫ്ലാജലേറ്റയിലേക്ക് പോവുകയാണ്. ഫൈലം ഡൈനോഫ്ലാജലേറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഡൈനോഫ്ലാജലേറ്റ്സ് ദേ ആർ മോസ്റ്റ്ലി മെറൈൻ. എവിടെ കാണുന്നു? ദേ ആർ മോസ്റ്റ്ലി മെറൈൻ ബട്ട് സം ലീവ് ഇൻ ഫ്രഷ് വാട്ടർ. അപ്പം മെറൈൻ സമുദ്രങ്ങളിലും ഉണ്ടായിരിക്കും, ഫ്രഷ് വാട്ടറിലും ഉണ്ടാകും. ബട്ട് മെജോറിറ്റി ഓഫ് ദം ആർ മെറൈൻ ആൻഡ് സം ലീവ് ഇൻ ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റ്. ആൻഡ് ദേ ഹാവ് ക്ലോറോപ്ലാസ്റ്റ്. ഈ ഡൈനോഫ്ലാജലേറ്റ് എന്തുണ്ട്? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ആൻഡ് ദിസ് ക്ലോറോപ്ലാസ്റ്റ് is surrounded by 3 membranes and have chlorophylls. അപ്പോൾ ഡൈനോഫ്ലാജലേറ്റയ്ക്ക് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട് ആൻഡ് ദാറ്റ് ക്ലോറോപ്ലാസ്റ്റ് surrounded by 3 membranes and they have chlorophylls A and C but chlorophyll B is absent. അപ്പോൾ ഏതൊക്കെ ക്ലോറോഫിൽ ഉണ്ട്? എയും സിയും ഉണ്ട്, but chlorophyll B is absent. The presence of xanthophyll pigment pyridinin impart a red brown or golden brown color to these protists. And dinoflagellates are toxic to humans. They are not edible. നമുക്ക് കഴിക്കാൻ അനുയോജ്യമായ ഒരു ഫോം അല്ല ഡൈനോഫ്ലാജലേറ്റ്. They are toxic to human, not safe to eat. Means they are not edible. അവയ്ക്കൊരു കോംപ്ലക്സ് സ്കെലിറ്റൻ ഉണ്ട്. ആ കോംപ്ലക്സ് സ്കെലിറ്റനെയാണ് പെലിക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് പെലിക്കിൾ ഓഫൺ കണ്ടെയ്ൻസ് ഡെപ്പോസിറ്റ്സ് ഓഫ് സെല്ലുലോസ്. ഡൈനോഫ്ലാജലേറ്റ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 2 ഫ്ലാജല ഉണ്ട്. ദേ ആർ ബയോലൂമിനസെന്റ്.
What do you mean by bioluminescent? Bioluminescent എന്ന് പറഞ്ഞാൽ എന്താണ്? Bioluminescent എന്ന് പറഞ്ഞാൽ ഈ ഡൈനോഫ്ലാജലേറ്റയ്ക്ക് ലൈറ്റ് പ്രൊഡ്യൂസിങ് കപ്പാസിറ്റി ഉണ്ട്. തനിയെ തന്നെ ലൈറ്റ് പ്രൊഡ്യൂസിങ് കപ്പാസിറ്റി ഉണ്ട്. അവയിൽ നമുക്ക് പിഗ്മെന്റ് ഗ്രാന്യൂൾസ് ആയ ലൂസിഫറിൻ, ലൂമിനസെന്റ് പിഗ്മെന്റ് ആയ ലൂസിഫറിനും അതിൻ്റെ എൻസൈം ലൂസിഫറേസും കാണാൻ സാധിക്കും. ഈ ലൂസിഫറിൻ, ലൂമിനസെന്റ് പിഗ്മെന്റ് ആയ ലൂസിഫറിനും അതിൻ്റെ എൻസൈം ലൂസിഫറേസും ഉള്ളത് കൊണ്ടാണ് അവയ്ക്ക് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്, തനിയെ തന്നെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് they are bioluminescent. അതുകൊണ്ടാണ് അവ ബയോലൂമിനസെന്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ബയോലൂമിനസെന്റ്? They can produce light with the help of the enzyme luminescent pigment luciferin and enzyme luciferase. They are either pigmented photoautotrophs or colorless heterotrophs. Nutrition holophytic or holozoic. Reproduction by binary fission as well as by syngamy. എന്താണ് syngamy? Syngamy involves the fusion of two organisms and followed by formation of zoospores. Example is Noctiluca. നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ ഡൈനോഫ്ലാജലേറ്റയിൽ നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ ആണ് Noctiluca. Noctiluca നമുക്ക് നോക്കാം. Noctiluca is commonly known as sea sparkle. അപ്പോൾ sea sparkle എന്ന് പറഞ്ഞാൽ Noctiluca ആണ്. Noctiluca is commonly known as sea sparkle. എന്തുകൊണ്ട് sea sparkle എന്ന് പറയുന്നു? Because they can produce light by itself. അതുകൊണ്ട് തന്നെ ഈ Noctiluca ഉള്ള സമുദ്ര തീരങ്ങളിൽ നമ്മൾ ചെന്ന് നിന്നാൽ രാത്രികാലങ്ങളിൽ ആ സമുദ്രം നിന്ന് ഗ്ലോ ചെയ്യുന്ന നല്ല ബ്രൈറ്റ് ബ്ലൂ കളറിൽ ഗ്ലോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സമുദ്രം ബ്രൈറ്റ് ബ്ലൂ കളറിൽ ഗ്ലോ ചെയ്യുന്നതായിട്ട് കാണുന്നത്? കാരണം Noctiluca ഉള്ള സമുദ്രങ്ങളാണ് രാത്രികാലങ്ങളിൽ ഇങ്ങനെ നല്ല ബ്രൈറ്റ് ബ്ലൂ കളറിൽ ഗ്ലോ ചെയ്യുന്നത്. ആ ലൈറ്റ് ബ്ലൂ കളർ വരാനുള്ള കാരണം ഈ Noctiluca പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് ആണ്. Noctilucയ്ക്ക് ലൂമിനസെന്റ് പിഗ്മെന്റ് ആയ ലൂസിഫറിനും അതിൻ്റെ എൻസൈം ലൂസിഫറേസും ഉണ്ട്. സോ ദേ പ്രൊഡ്യൂസ് ലൈറ്റ് ബൈ ഇറ്റ്സെൽഫ്. ദേ ആർ ബയോലൂമിനസെന്റ്. അതുകൊണ്ടാണ് രാത്രികാലങ്ങളിൽ Noctiluca ഉള്ള സമുദ്രങ്ങൾ, Noctiluca ഒന്നോ രണ്ടോ Noctiluca ആയിരിക്കില്ല, മില്യൺസ് ഓഫ് Noctiluca ആയിരിക്കും ഉള്ളത്. അപ്പോൾ ആ Noctiluca എല്ലാം കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് രാത്രികാലങ്ങളിൽ നമുക്കൊരു ഭയങ്കര ബ്രൈറ്റ് ബ്ലൂ കളറിൽ സമുദ്രം കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് Noctiluca is known as sea sparkle. And this Noctiluca അതിൻ്റെ ബോഡി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ it is transparent, spherical and about 1.5 millimeter in diameter. Transparent ആണ്, spherical ആണ്. Diameter എത്രയാണ്? 1.5 millimeter. It is lined externally by pellicle. Externally and limiting membrane എന്ന് പറയുന്നത് pellicle ആണ്. Cytoplasm is highly vacuolated and differentiated into outer ectoplasm and inner ectoplasm. Cytoplasm highly vacuolated ആണ്. Cytoplasm രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഔട്ടർ സൈഡിൽ കാണുന്ന സൈറ്റോപ്ലാസത്തിനെ നമ്മൾ എക്ടോപ്ലാസം എന്നും ഇന്നറിൽ കാണുന്ന സൈറ്റോപ്ലാസത്തെ എൻഡോപ്ലാസം എന്നും പറയുന്നു. And this pellicle, it bears a groove. ആ ഗ്രൂവിനെയാണ് സൈറ്റോസ്റ്റോം എന്ന് പറയുന്നത്. From which originates two flagella. സൈറ്റോസ്റ്റോമിൽ നിന്നാണ് രണ്ട് ഫ്ലാജലയും ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതിൽ ഒരു ഫ്ലാജലം is long, stout and transversely striated. രണ്ട് ഫ്ലാജലം സൈറ്റോസ്റ്റോമിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു. അതിൽ ഒരു ഫ്ലാജലം എങ്ങനെയാണ്? ഇറ്റ് ഈസ് ലോങ്, stout and transversely striated. അതിനെ നമ്മൾ tentacle എന്ന് വിളിക്കുന്നു. And other flagellum is small and delicate. ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. വലിയ ഫ്ലാജലം നമ്മൾ tentacle എന്ന് വിളിക്കുന്നു. വലുതെന്ന് പറഞ്ഞാൽ it is long, stout and transversely striated. അതിനെ നമ്മൾ tentacle എന്ന് വിളിക്കുന്നു. And the another one small and delicate.
and bulk of protoplasm are accumulated near cytosol where the nucleus is located. Nucleus എവിടെയാണ് കാണുന്നത്? സൈറ്റോസ്റ്റോമിന് അടുത്ത കുറെ ഒരു ബൾക്ക് ഓഫ് പ്രോട്ടോപ്ലാസം അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്, അവിടെയാണ് ന്യൂക്ലിയസ് കാണുന്നത്. ഈ ഫോട്ടോഗ്രാഫിൽ നമുക്ക് കാണാം. ആദ്യം കാണുന്ന ആ ബ്ലൂ ഫോട്ടോഗ്രാഫ് ഉണ്ടല്ലോ, ഇതാണ് രാത്രി ഈ ഒരു മനോഹരമായ കാഴ്ചയാണ് നമുക്ക് രാത്രികാലങ്ങളിൽ നോക്ടിലൂക്കയുള്ള സമുദ്ര തീരങ്ങളിൽ ചെന്ന് കാണാൻ സാധിക്കുന്നത്. മില്യൺസ് ഓഫ് നോക്ടിലൂക്ക രാത്രികാലങ്ങളിൽ അതിൻ്റെ ബയോലൂമിനസൻസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ രീതിയിലാണ്, ഈ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് നോക്ടിലൂക്കയുള്ള സമുദ്രങ്ങളിൽ രാത്രികാലങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അടുത്ത റെഡ് ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് റെഡ് ടൈഡ്, അതായത് നോക്ടിലൂക്ക ചില സീസണുകളിൽ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഉണ്ടാകുമ്പോൾ നോക്ടിലൂക്ക ക്രമാതീതമായി മൾട്ടിപ്ലൈ ചെയ്യും. അൺകൺട്രോൾഡ് ആയിട്ട് നോക്ടിലൂക്ക മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ സമുദ്രം നിറച്ച് നോക്ടിലൂക്കയാവും. ഭയങ്കരത്തിൽ നോക്ടിലൂക്കയുടെ പോപ്പുലേഷൻ കൂടും. അത്തരത്തിലുള്ള സമുദ്രങ്ങൾ പകൽ സമയങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ സമുദ്രത്തിൽ നിന്ന് വരുന്ന തിരമാലകൾ ഒരു ചോരയുടെ കളറുള്ള നല്ല ചുവന്ന തിരമാലകൾ ഇങ്ങനെ അടിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് കാരണം, ഇങ്ങനെ ചുവന്ന തിരമാലകൾ ഉണ്ടാകാൻ കാരണം ഈ നോക്ടിലൂക്കയുടെ ബ്ലൂമാണ്. ബ്ലൂം എന്ന് പറഞ്ഞാൽ അത് ക്രമാതീതമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യില്ല. ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ ചേഞ്ചസ് വരുമ്പോൾ നോക്ടിലൂക്ക അൺകൺട്രോൾഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ പകൽ സമയങ്ങളിൽ അങ്ങനെയുള്ള സമുദ്രങ്ങളിലുള്ള തിരമാലകൾ ഭയങ്കര റെഡ് കളറിലാണ് കാണുന്നത്. അതിനെയാണ് നമ്മൾ റെഡ് ടൈഡ് എന്ന് പറയുന്നത്. And the protoplasmic mass with nucleus, flagellum and cytosome are together known as polar mass. Noctiluca can regulate its vertical position in water columns by controlling its buoyancy. It does this by actively controlling the ionic content of its cytoplasm. Nutrition is holozoic, reproduction binary fission അല്ലെങ്കിൽ syngamy. ഇതാണ് നോക്ടിലൂക്കയുടെ ഡയഗ്രാം. ഇവിടെ നമുക്ക് ഫ്ലാജല കാണാം, ഒരു ചെറിയ ഫ്ലാജലം കാണാം, ടെൻഡക്കിൾ കാണാം. ആൻഡ് ദിസ് ഇസ് സ്പെരിക്കൽ. നോക്ടിലൂക്ക ഈസ് സ്പെരിക്കൽ ഇൻ ഷേപ്പ്. ഡയമീറ്റർ എന്ന് പറയുന്നത് 1.5 millimeter ഡയമീറ്റർ ആണ്. ബോഡി ഈസ് ട്രാൻസ്പെറൻറ്റ്. ബോഡി വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. And it is lined externally by pellicle. Limiting membrane ആണ് pellicle എന്ന് പറയുന്നത്. And the cytoplasm is highly vacuolated. Cytoplasm നമുക്ക് കാണാം, it is highly vacuolated. Cytoplasm is highly vacuolated. Cytoplasm തന്നെ രണ്ടായിട്ട്, പെറിഫറി കാണുന്ന സൈറ്റോപ്ലാസത്തിനെ നമ്മൾ എക്ടോപ്ലാസം എന്നും, പെറിഫറി കാണുന്ന സൈറ്റോപ്ലാസത്തെ എക്ടോപ്ലാസം എന്നും, ഇന്നർ റീജിയനിൽ കാണുന്ന സൈറ്റോപ്ലാസത്തെ എൻഡോപ്ലാസം എന്നും പറയുന്നു. And this pellicle, it bears a groove called cytostome. ഇതാണ് cytostome. ഈ cytostome-ൽ നിന്നാണ് രണ്ട് ഫ്ലാജല്ലയും arise ചെയ്യുന്നത്. One flagellum is long, stout and transversely striated. അതിനെ tentacle എന്ന് പറയുന്നു. Another one is small and delicate. And bulk of protoplasm it accumulate near the cytostome. അവിടെയാണ് ആര് കാണുന്നത്? ന്യൂക്ലിയസ് ഉള്ളത്. And this protoplasmic mass with the nucleus, flagellum and cytostome together known as polar mass. ഇതിനെയാണ് polar mass എന്ന് പറയുന്നത്. അപ്പോൾ polar massൽ എന്തൊക്കെയുണ്ട്? This polar mass it contain nucleus, flagellum and cytostome. Noctiluca in the vertical position maintain ചെയ്യുന്നു by controlling its buoyancy, and it does this by actively controlling the ionic content of its cytoplasm. Nutrition holozoic ആണ്, reproduction by binary fission അല്ലെങ്കിൽ syngamy.